മെക്സ് 7 പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് എന്നാണ് CPM-ന്റെ ആരോപണം. ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കള് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒന്ന് അന്വേഷിക്കാൻ പറ്റും. ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്. ഞങ്ങളെത്തിയത് അതെ. അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി. ഒരു 10 പൈസ ചെലവില്ല. തുറസായ സ്ഥലത്ത്, പൊതു സ്ഥലത്ത് മാഷ എന്താ ഇതേർപ്പാട്? അതെ, ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഷഹീദ് തുടരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഷഹീദ്, ഇപ്പോൾ CPM പറയുന്നു ഇത് നിരോധിത സംഘടനയായ PFAക്ക് ഇതുമായി ബന്ധമുണ്ട്, ഇതിൽ കൂടുതൽ ഗവേഷണം നടത്തി കാര്യങ്ങൾ കണ്ടെത്തണമെന്നാണ്. ഈ തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? എന്തുകൊണ്ടായിരിക്കും CPM ഇത്തരത്തിൽ PFAക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് പറയാനുള്ള കാരണം? മോത്തി, പ്രാഥമികമായും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഒരു പൊതുയോഗത്തിലാണ് ഈ കാര്യം സംസാരിച്ചത്. പ്രാഥമികമായും P. മോഹനൻ പറഞ്ഞതുപോലെ ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻ പരിശോധിച്ചപ്പോൾ മോഹനൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അതിൽ ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ഇതിന്റെ അഡ്മിനായി പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിലവിലില്ല, നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ പഴയ നേതാക്കന്മാർ, അല്ലെങ്കിൽ ആ നാട്ടുകളിലുള്ള ആ പ്രാദേശികമായുള്ള ചില നേതാക്കന്മാരെങ്കിലും അതിൽ അഡ്മിനുകളായി കാണാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് പ്രാഥമികമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മറ്റ് ചില പല സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുള്ളൂ. ഒന്ന്, ഏറ്റവും പ്രാഥമികമായി നമ്മൾ പറഞ്ഞതുപോലെ 2 വർഷത്തിനകം 22-ൽ അത് ഈ രീതിയിലൊക്കെ സംഘടിപ്പിച്ച് 24 ആകുമ്പോഴേക്കും 1000-ഓളം യൂണിറ്റുകളായി ഇത് വികസിക്കുന്ന സാഹചര്യം. ഒപ്പം തന്നെ ഇത് സൗജന്യമായാണ് ഇത് നൽകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഫീസൊന്നും വാങ്ങാതെയാണ് ഇവർ ഇത് നൽകുന്നത് എന്നുള്ള സാഹചര്യം. അങ്ങനെ ഒരു സന്നദ്ധ ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എന്താണ് ഇവരുടെ താല്പര്യം എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. ഒപ്പം തന്നെ ഇത് വളരെ വേഗം വികസിച്ച് വ്യാപിക്കുന്നു എന്നുള്ളതും സംശയാസ്പദമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും CPM ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അവരുടെ ബൈറ്റുകളിലേക്ക് ചില മുസ്ലിം സംഘടനകളും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പ്രധാനമായും മറ്റൊരു കാര്യം അവർ വിമർശിക്കുന്നത് ഈ മുസ്ലിം വിശ്വാസികൾ, അത് ഇസ്ലാം മത വിശ്വാസികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൽ കൂടുതലായും ഇവരുടെ പ്രവർത്തനം. അങ്ങനെ അവർ കൂടുതലും മുസ്ലിം വിശ്വാസികൾ കൂടുതൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണ് ഇവർ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത്. മറ്റൊന്ന്, P. മോഹനൻ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുത്താൻ കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ NDF കേരളത്തിൽ സ്ഥാപിതമാകുന്ന ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ, അതിന്റെ ശൈശവ ഘട്ടത്തിൽ അവർ ഈ കളരി അഭ്യാസമൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ്, യുവാക്കളെ പഠിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനം തുടങ്ങുന്നത്. ആളുകൾ സ്വാഭാവികമായും നമുക്കറിയാം ഈ അഭ്യാസമുറകൾ, ആയോധന കലകൾ, അത്തരം വ്യായാമങ്ങളിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആകർഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ആളുകളെ കൂട്ടിയിരുന്നത്. പിന്നീട് പെട്ടെന്ന് ഇവരുടെ മറ്റ് അജണ്ടകളാണെന്ന് മനസ്സിലാക്കി ആളുകളൊക്കെ പലരും അതിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇത്തരം വ്യായാമ മുറകളിലൂടെ യുവാക്കളെയും പൊതുജനങ്ങളെയും ഒക്കെ ആകർഷിക്കുക. പ്രത്യേകിച്ചും നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി രോഗങ്ങൾ കാരണം വളരെ പ്രയാസപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളുടെയൊക്കെ ഒരു ഡിമാൻഡ് ചൂഷണം ചെയ്തുകൊണ്ട് സൗജന്യമായി ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ആകർഷിക്കപ്പെടുകയും വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ ഇങ്ങനെ വ്യാപിക്കണമെങ്കിൽ, ഇങ്ങനെ മനുഷ്യർക്ക് ഇത്തരം ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിൽ കൂടി ഇങ്ങനെ 1000-ഓളം യൂണിറ്റുകളായി ഇത് വ്യാപിക്കണമെങ്കിൽ ഏതെങ്കിലും ചില ആളുകളുടെ പിന്നിൽ ശക്തമായ ഏതെങ്കിലും ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒക്കെ ശക്തമായ ഒരു പിന്തുണ, ഒരു സഹായം ഇവർക്ക് ലഭിച്ചിരിക്കുമോ എന്നുള്ളതാണ് പിന്നീട് ഉയരുന്ന ഒരു സംശയം. ഇതിന്റെ പിന്നിലുണ്ട്, ഉയരുന്നുണ്ട്. അതായത് എന്തിനാണ് ഇത്തരത്തിൽ സൗജന്യമായി ഒരു വ്യായാമ സമ്പ്രദായം ജനങ്ങളിൽ ആവിഷ്കരിക്കുന്നത്? ഇതിന്റെ പിന്നിൽ ഇതിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന നേട്ടം എന്ത്? അല്ലെങ്കിൽ ഇതിന്റെ മറവിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ലഘുലേഖകളുടെ വിതരണമോ മറ്റേതെങ്കിലും ആശയങ്ങളുടെ പ്രചാരണമോ തുടങ്ങിയത് എന്തെങ്കിലും ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ്.